നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടാകണം എന്നൊരു നീയത്തിലാണ് ഞാൻ ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് സ്വർഗം കിട്ടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമായി ഖുർആൻ പറഞ്ഞതാണ് നമ്മൾ അമലി സ്വാലിഹാത്തുകൾ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആൾക്കാരുമാണ്. പക്ഷെ അവിടെ നമ്മൾ നമ്മുടെ മനസ്സിൽ ആലോചിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആനിലെ ആയത്ത് വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരിക്കുന്നത് വരെ അള്ളാഹുവിന് വേണ്ടി, നമ്മുടെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ആരാധനകൾ ചെയ്യണം. ആ ആരാധനകൾ ചെയ്യുന്നിടത്ത് നമ്മൾക്കുള്ള ഒരു കോമൺ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈമാൻ അനുസരിച്ച് ആരാധനകളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അത് എനിക്കും നിങ്ങൾക്കൊക്കെ ഒരേപോലെയാണ്. എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾക്ക് നല്ല ഈമാന്റെ സമയത്താണ് നമ്മൾ സുന്നത്ത് നിസ്കാരമൊക്കെ കൃത്യമായിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു നിസ്കാരത്തിന്റെ കൂടെ പോലും സുന്നത്ത് നിസ്കരിക്കാതെ വരും. നമ്മുടെ ഈമാൻ വളരെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഇവിടെ തഹജ്ജുദ് ഉണ്ടാവും. തഹജ്ജുദ് തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയ ടൈമിൽ എഴുന്നേൽക്കും, പൂർണ്ണമായും നിസ്കരിക്കും. കുറച്ചുകൂടി ഓതണം എന്നുള്ളവര് ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് ഓതി നിസ്കരിക്കും. ഇങ്ങനൊക്കെ ചെയ്യും. നമ്മുടെ ഈമാൻ വർദ്ധിക്കണതിനനുസരിച്ച് സ്വതക്കയുടെ വർധനവൊക്കെ കൂടും. എന്നാൽ ചിലപ്പോൾ അതിൽ നിന്ന് താഴെ വരുമ്പോൾ ചിലപ്പോൾ എന്താവും വെച്ചാൽ, നമ്മൾ സ്വതക്ക കൊടുക്കാൻ കുറവ് വരും, ഖുർആനോത്ത് കുറവ് വരും, പള്ളിയുമായിട്ട് സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിക്കുന്നതിൽ കുറവ് വരും. ഇവിടെ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആലോചിച്ച ഒറ്റ പോയിന്റ്, ആ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു നമ്മോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര തിരക്ക് വന്നാലും നിലനിർത്തി പോകാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ചെറിയ ഇബാദത്തുകളെങ്കിൽ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടാകും. ഞാനീ പറയുന്നത് സാധാരണ നമ്മൾ നിർവഹിക്കണ ഏത് ചെറുതും ആകാം, പക്ഷെ നിലനിർത്തി പോകാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും നിലനിർത്തി പോകാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ചെറിയ പുണ്യകർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ഉണ്ടാകുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ കാര്യമാണ്. ഇപ്പോ മഹാനായ ഇമാം മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഒരു വാചകം, റഹിമല്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യം ഇവർക്ക് കിട്ടും. ആർക്കാണ്? മൻ ലസിമൽ ഖൗല ത്വയ്യിബ്, നല്ല വാക്കുകളെ പിന്തുടരുന്ന ആളുകൾ. രണ്ടാമത്തെ എന്താ അറിയും? വൽ അമല സ്വാലിഹ് വൽ മുദാവമ, സൽക്കർമ്മങ്ങൾ അവർ ചെയ്യും, അതിനൊരു തുടർച്ച ഉണ്ടാവും. നമ്മളെ ഭാഗം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അവര് ളുഹറിന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിക്കും. ചിലപ്പോൾ അത് മാത്രമേ അവർ നിസ്കരിക്കുള്ളൂ സുന്നത്തായിട്ട്. പക്ഷെ അത് അവര് മരിക്കണത് വരെ അവര് കൊണ്ടുപോകും. അവർക്ക് അള്ളാഹിന്റെ അനുഗ്രഹം ഉണ്ടാകണം, അവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവും. ചിലപ്പോ ഒരാഴ്ചയിൽ 100 പേർക്കും പള്ളിക്കൊക്കെ ജുമാക്ക് ശേഷം സ്വതക്ക കൊടുക്കുന്നുണ്ടാകുക. അത് അവര് മനസ്സിൽ നിയത്താക്കി എല്ലാ ആഴ്ചയിലും കൊടുക്കും. അതിന് അള്ളാഹുവിന്റെ പക്കൽ മറ്റുള്ള അമലുകളെക്കാൾ കൂടുതൽ പ്രവർത്തനത്തിന് കൂലി ഉണ്ടാവും. ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഹദീസിൽ വന്നൊരു സംഗതി ഉണ്ട്. പ്രവാചകനോട് ചോദിക്കേണ്ട, പ്രവാചകരെ, സൽപ്രവർത്തനങ്ങളെ പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരും. അവൻ പ്രവാചകന്റെ വാക്കിട്ടോ, വകാന അഹബ്ബുദ്ദീനി ഇലൈഹി മാ ദാമ അലൈഹി സ്വാഹിബുഹു, പടച്ചോന്റെ പക്കല് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രവർത്തനം എന്നുള്ളത് ഏറിയും കുറഞ്ഞുള്ള പ്രവർത്തനമല്ല. അപ്പൊ നമ്മൾ ചെയ്യണത് അതാണ്, ഞാനും നിങ്ങളും ചെയ്യുന്ന പ്രവർത്തനം അതാണ്. അതിൽ കൂലി ഉണ്ട് കേട്ടോ. പക്ഷെ അതിനേക്കാളും കൂലി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ളുഹറിന് മുമ്പിലും ബാക്കിൽ 2 റക്അത്ത് നിസ്കരിച്ചു, സുബൈന്റെ മുന്നിൽ നിസ്കരിച്ചു, മഗ്‌രിബിന് ശേഷം നിസ്കരിച്ചു, ഇങ്ങനെ ഒന്നും. പിറ്റേ ദിവസം ചിലത് നിസ്കരിച്ചു, ചിലത് നിസ്കരിച്ചില്ല. അതിന്റെ പിറ്റേ ദിവസം ഞാൻ കംപ്ലീറ്റ് നിസ്കാരം നിർവഹിച്ചു, അതിനിടയ്ക്ക് തഹജ്ജുദ് നിസ്കരിച്ചു. ഇതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം എന്താ അറിയും? ഏതെങ്കിലും 2 റക്അത്തോ ഏതെങ്കിലും 4 റക്അത്തോ സുന്നത്ത് തുടർച്ചയായി നിസ്കരിക്കലാണ് പടച്ചോന്റെ പക്കൽ ഏറ്റവും പുണ്യം. ഇത് നമ്മൾ തിരിച്ചറിയാം. ആ തിരിച്ചറിയുമ്പോൾ എന്തുണ്ടാവും? നമുക്കൊരു പ്ലാൻ ഉണ്ടാവും, ഏതാ നമുക്ക് ചെയ്യാൻ പറ്റുക. അതിൽ ആഴ്ച ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ദിവസത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, മാസത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാൻ, എല്ലാ ദിവസവും 10 ആയത്ത് ഖുർആൻ ഓതുക എന്നുള്ളതാണ് ഒരു ദിവസം ഓതുക, ഒരു ദിവസം ഒരു ജുസ് ഓതുക, 2 ദിവസം ഓതാതെക്കുക, വേറെ ദിവസം
പകുതി ജുസ് ഓതുക എന്നതിനേക്കാളും അള്ളാഹിൻ്റെയൊക്കെ കൂലി. ചിലപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ കൂട്ടി വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓതിയിട്ടുണ്ടാകുക ഈ ഏറി കുറഞ്ഞ സമയത്തേക്കാരം. പക്ഷെ അതിനേക്കാളും കൂലി ഉണ്ടാകുക നമ്മൾ സ്ഥിരം നിലനിർത്തിക്കൊണ്ടുപോകുന്ന നന്മക്കാണ്. അങ്ങനെ നമ്മൾ നന്മ നിലനിർത്തിക്കൊണ്ടുപോയാൽ ഹദീസുകളിൽ വന്ന, ഖുർആനിൽ വന്ന 4-5 കാര്യങ്ങളുണ്ട്. ആ 4-5 കാര്യങ്ങൾ മാത്രം പറയുന്നത് നമ്മൾക്ക് അങ്ങനെ ഒരു അമല് നിലനിർത്താൻ നമ്മൾ പ്രേരിതമാകണമെന്ന് പറയാനാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു അമൽ നിലനിർത്തിയാൽ ഒന്നാമത്തത് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഇഷ്ടം നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്തിനാണ് ക്ലാസ്സിന് വന്നത്, എന്തിനാ നമ്മൾ ജുമാക്ക് പങ്കെടുക്കണത്, എന്തിനാ നമ്മൾ മുസ്ലിമായി ജീവിക്കണം? ഒറ്റ കാര്യമുണ്ട്, അള്ളാഹിന്റെ റസൂലുള്ളാഹിന്റെ ഇഷ്ടം ഉണ്ടാകാൻ. അള്ളാഹു നമ്മൾക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അത് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ വാക്കെന്താ അറിയും? അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി തആല, പടച്ചോന്റെ പക്കൽ ഏറ്റവും അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം അദ്വമുഹ വ ഇൻ ഖല്ല, നിലനിർത്തുന്ന പ്രവർത്തനമാണ്, അതെത്ര കുറവാണെങ്കിലും. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരാള് എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ദുഹ നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതാണ്. മാസത്തിൽ ഒരു മാസം മൊത്തമായിട്ട് ദുഹ നിസ്കരിച്ചു, അടുത്ത മാസം ദുഹ നിസ്കാരം ഒഴിവാക്കി, പിറ്റത്തെ മാസം മൊത്തമായിട്ട് നിസ്കരിക്കുക എന്നതിനേക്കാളും അള്ളാന്റെ കൂലി. 2 ആഴ്ചയിൽ ഒന്നാണ് തീരുമാനിച്ചെങ്കിൽ അതിനാണ് കൂലി. രാവിലെ നമ്മൾ പള്ളിക്കൊക്കെ നടക്കുമ്പോഴോ പള്ളിക്ക് നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് വരുമ്പോഴോ ഒരു 10 വട്ടം നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ബോധപൂർവം എന്നും ഒരു അമല് ചെയ്താൽ അത് പടച്ചോന്റെന്ന് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഇഷ്ടം നമ്മൾക്ക് കിട്ടുവാൻ കാരണമാകും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അൽഖമ റളിയല്ലാഹു അൻഹു എന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ ഉമ്മുൽ മുഅ്മിനീൻ കൈഫ കാന അമലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? എന്നിട്ട് നമ്മൾ ചോദിക്കണം, അതേ ചോദ്യം ചോദിക്കണേ, ഹൽ കാന യഖുസ്സു ശൈഅൻ മിനൽ അയ്യാം, നബി ചില ദിവസങ്ങളിൽ മാത്രം സജീവമായി, ഇപ്പൊ റമദാൻ വരുമ്പോൾ ഭയങ്കര സജീവമായി, അറഫ നോമ്പിന്റെ ആ സമയത്ത് ഭയങ്കര സജീവമായി, പിന്നെ ഇങ്ങനെ താഴത്തേക്ക്, അങ്ങനെയാണോ നബി ചെയ്തിരുന്നത്? അപ്പൊ നമ്മളൊക്കെ അങ്ങനെ വരല്, ഞാനത് കുറ്റായിട്ടല്ല, എനിക്ക് കൂലിണ്ട് കേട്ടോ. പക്ഷെ നബിൻ്റെത് അങ്ങനെ ആയിരുന്നോ? കാരണം നബിൻ്റെതാണല്ലോ നമുക്ക് മാതൃക. അപ്പം ആയിഷ റളിയല്ലാഹു അൻഹ അമ്മയാണല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്ക് ഇല്ല, നബി അങ്ങനെയല്ല. ഈമാൻ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചിട്ട് പ്രവാചകൻ കൂടുന്ന അമലുണ്ടായിരുന്നു. പക്ഷെ ചില അമലുകൾ പ്രവാചകൻ സ്ഥിരമായി ചെയ്യും. കാന അമലുഹു ദീമ, പ്രവാചകൻ ജീവിതത്തിൽ തുടർച്ചയായി ചെയ്യുന്ന അമലുകളുണ്ട്. അതിലൊരു വ്യത്യാസം, അതിന് വ്യത്യാസം വരില്ലാണെന്ന് അറിയും. യാത്രയിലാണെങ്കിലും ആ അമല് ചെയ്യും, യാത്രയിലാണെങ്കിൽ അമല് ചെയ്യും. പെരയിൽ കല്യാണമാണ്, ഇപ്പൊ നമ്മൾ എന്നും രാവിലെ ഒരു പേജ് ഓതുന്ന ഒരാളാണ്. ആ ഓതുന്നത് വീട്ടിൽ കല്യാണം അല്ലാതെ ചിലപ്പോൾ ഓതാൻ ഇങ്ങനെ നോക്കി ഓതാൻ കഴിയില്ലെങ്കിൽ ഹിഫുള്ളത് ഒരു പേജ് ഓതും, ഹിഫുള്ളത് ഓതും. എല്ലാ വെള്ളിയാഴ്ച സ്വതക്ക് കൊടുക്കുന്ന ഒരാളാണ്. അന്ന് നമുക്ക് ജുമാ കിട്ടിയില്ല, സാറിൽ നമ്മൾ സ്വതക്ക് കൊടുക്കുന്നതാണ്. നമുക്ക് 2 പാവപ്പെട്ടവന് ഗൂഗിൾ പേ അയച്ചു കൊടുക്കും. ഇത് ചെയ്യാൻ നമ്മൾ എന്ത് വേണം അറിയോ? പ്ലാൻ വേണം. ഞാൻ പറഞ്ഞത് നമ്മളൊരു ക്ലാസ് ആണ്, പക്ഷെ ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു പ്ലാനോടുകൂടി പോകണം. ചെറുത് മതി. ആഴ്ചയിലിരിക്ക ഉമ്മാനെ കാണുക എന്നുള്ളത് അമൽ സ്വാലിഹാത്ത് പെട്ടതാണ്. അത് തുടർച്ചയായിട്ട് നിലനിർത്തിയാൽ തന്നെ മതി. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടായാൽ പടച്ചോന്റെയൊക്കെ അള്ളാഹു റസൂലുള്ളാഹിന്റെയും ഇഷ്ടം ഉണ്ടാവും. 2 എന്താ പറഞ്ഞറിയോ? 2, തെറ്റിന്റെ സാഹചര്യം പടച്ചോൻ അങ്ങനെ ജീവിക്കുന്നവർക്ക് ഒഴിവാക്കി കൊടുക്കും. നമ്മളിന്ന് അനുഭവിക്കണ, പ്രത്യേകിച്ച് ദീന് കേൾക്കുന്ന നമ്മളിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ രണ്ടും ഇടകലർന്ന് ജീവിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ പള്ളിക്കൊക്കെ പോകും, കുറച്ച് കഴിഞ്ഞാൽ പള്ളിക്കൊക്കെ നമുക്ക് പോകാൻ ഒരു ചങ്ങായിമാരുണ്ടാവും, അത് കഴിഞ്ഞാൽ സിനിമാൾക്ക് പോകാൻ അടുത്ത ചങ്ങായിമാരുണ്ടാവും. രണ്ടും ഒരേപോലെ പോകും. ഖുർആൻ ഓതുന്ന അതേ കണ്ണുകൊണ്ട് അടുത്ത ആഴ്ച പിന്നെ സോഷ്യൽ മീഡിയയിൽ തോന്നിയാസം കണ്ട്, രണ്ടും ഒരേ കണ്ണാണ്. നമ്മൾ രണ്ടും ഒരുപോലെ പോന്നു. സ്വതക്കൊടുക്കണ പൈസയിൽ നിന്ന് തന്നെ നമ്മള് സ്വതക്കൊടുക്കണ അതേ കീശയിൽ നിന്ന് പൈസയിൽ നിന്ന് തന്നെ നമ്മള് പലിശ മറ്റുള്ള സംഗതിക്കും പൈസ ചെലവാക്കുകയാണ്. ഞാൻ പറഞ്ഞു ഒരേപോലെ നന്മയോടൊപ്പം തിന്മ കലരുകയാണ്. എന്നാൽ നന്മ തുടർച്ചയായി ചെറുതാണെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ചെറുത്, ദുഹാൻസ്കാരാകാം, സുന്നത്തസ്കാരാകാം, ഖുർആൻ പാരായണാകാം, 10 സുബ്ഹാനല്ലാഹ് എഴുതുന്നതാകാം, കുടുംബ സന്ദർശനാകാം, ദിക്റുകളാകാം, എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ കാര്യം തുടർച്ചയായി ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു തെറ്റ് ചെയ്യുന്ന സാഹചര്യം അള്ളാഹു ഒഴിവാക്കി തരും. പടച്ചവനാണുള്ളത് ഒഴിവാക്കി തരണ്ടേ. നബിന്റെ ഹദീസ്, മാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബുഹു, ഒരാൾ തുടർച്ചയായി
പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെറിയതാണെങ്കിലും ഒരു അമലിങ്ങനെ ചെയ്ത് തുടർച്ചയായി വന്നാൽ അള്ളാഹ് പറയാൻ ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക് കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബി, പിന്നെ അവന്റെ ചെവി, നമ്മൾ കേട്ട ഹദീസാണ്, ഞാൻ കേൾക്കുന്ന ചെവിയായി മാറും. അതെന്താന്ന് പറയാം. വബസറഹു അല്ലദീ യബ്സുറു ബിഹി, അവന്റെ കണ്ണ് ഞാൻ കാണുന്ന കണ്ണായി മാറും. വയദഹു അല്ലദീ യബ്തിശു ബിഹി വരിജ്ലുഹു അല്ലദീ യംശി ബിഹാ, അവന്റെ കൈയും കാലുകളും എനിക്കിഷ്ടമുള്ളതുപോലെ ആയിത്തീരും. അതിന്റെ അർത്ഥം വഇൻ സഅൽതനി അഅതൈതഹു, അവൻ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അവന് ഉത്തരം കൊടുക്കും. അതിന്റെ അർത്ഥം എന്താ നിങ്ങളെ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കണ്ണാകുക, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ചെവിയാകുക, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കയ്യും കാലാവുക. കാരണം അതിന്റെ അർത്ഥം എന്താ അറിയും? ഒറ്റ കാര്യമുള്ളൂ, ആ ചെവിയിലേക്ക് അള്ളാഹ് നിരോധിച്ച കാര്യങ്ങൾ കേൾക്കാത്ത വിധം അള്ളാഹു ഹറാമെന്ന് നമ്മുടെ ചെവിനെ മാറ്റും. അള്ളാഹുവിന്റെ കണ്ണാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയും? ആ കണ്ണിലൂടെ പടച്ചോൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കാണുന്നത് അള്ളാഹ് തടയും. അള്ളാഹുവിന്റെ കയ്യും കാലവും പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്തിലേക്ക് നടക്കാനും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത സാധനം വാങ്ങാനും നമ്മുടെ കയ്യിനും കാലിനും പടച്ചോൻ അങ്ങനത്തെ ഒരു അന്തരീക്ഷം അല്ലാതെ ആക്കും. പക്ഷെ അതിനെന്ത് വേണം വെച്ചാൽ നമ്മൾക്കൊരു ഇതുപോലെ ഒരു പ്ലാൻ ഉണ്ടാകണം. ഇപ്പൊ നമ്മള് ഒരാള് തീരുമാനിക്കാൻ, ജീവിതത്തിൽ ഒരാള് തീരുമാനിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കൽ ദുഹാ നിസ്കരിക്കാതെ, ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ വെള്ളിയാഴ്ച രാവിലെ, അല്ലെങ്കിൽ നമുക്ക് ഒഴിവുള്ള, ഇവിടെ ഏറ്റവും മൈന്യൂട്ടായിട്ടാണ് പറഞ്ഞത്, എന്നൊന്ന് പറയുന്നതിന് പകരം ഞാൻ പറയണേ നിലനിർത്താൻ സൗകര്യത്തിന് പറയണേ, എന്നൊന്നുള്ളതിന് പകരം നിലനിർത്താൻ സൗകര്യത്തിന് എല്ലാ ഞായറാഴ്ചയും നമ്മളൊരു 9:30 ഒരു 11:30 ഇടയ്ക്ക് നമ്മൾ ദുഹാ നിസ്കരിക്കുകയാണ്. ഇന്ന് 2 2 4 4 എന്ന് തീരുമാനിച്ചാൽ പ്രവാചകന്റെ വാക്കെന്താ അറിയോ? പ്രവാചകന്റെ ദീർഘമായ ഹദീസ് ഉണ്ട്. പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്, ദാനധർമ്മം ചെയ്യുന്നത് സ്വതക്കയാണ്, ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നത് സ്വതക്കയാണ്, ഒരാൾക്ക് നിങ്ങൾ സഹായം ചെയ്യുന്നത് സ്വതക്ക. ഇതൊക്കെ പറഞ്ഞിട്ട് 5-8 കാര്യം പറഞ്ഞിട്ട് പ്രവാചകന്റെ വാക്ക് എന്താ അറിയും? ഈ പറഞ്ഞ മുഴുവൻ സ്വതക്കകൾക്കും പകരമാകും ഒരാൾ 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒന്നെങ്കിലും മരിക്കം വരെ നിലനിർത്താൻ തീരുമാനിച്ചാൽ മതി. ചിലപ്പോൾ ആ ദിവസം ഈ ആഴ്ചയിൽ ചിലപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഞായറാഴ്ച ആണെങ്കിൽ ഇന്ന് ഞായറാഴ്ച എന്തെങ്കിലും കഴിഞ്ഞില്ല, മറന്നുപോയി, തിങ്കളാഴ്ച സ്കരിച്ചാൽ മതി. പക്ഷെ ആഴ്ചയിൽ 1 എന്നുള്ളത് നമ്മൾ ക്ലിപ്തപ്പെടുത്തണം. അതെന്താ? ഇപ്പൊ എനിക്ക് ഓർമ്മയുള്ളൊരു സഹോദരനുണ്ട്. അപ്പൊ അദ്ദേഹം പാവം ആളാണ്, വളരെ പാവമാണ്. അപ്പൊ അദ്ദേഹം അതിന് ചെയ്ത സൽക്കർമ്മം എന്താ അറിയും? ഞങ്ങളെ പള്ളിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഈ കാലിന് സ്വാധീനക്കുറവുള്ള ആളാണ്. അപ്പൊ നമ്മൾ ഈ മിമ്പർമെന്ന് അമല സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക, സ്വതക്ക വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര പൂതിയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കാലുകൊണ്ട് എത്തിപ്പിടിച്ച് പോരാൻ കഴിയില്ല, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല, ക്ലാസ്സുകൾക്ക് ഫുൾ ടൈം വരാൻ കഴിയില്ല. ചെറിയ കുടുംബം, ഈ തുണി അലക്കണ സാധനങ്ങള്, ബാർ ഷോപ്പുകൾ, ഇതൊക്കെ ചെറിയൊരു പെട്ടിക്കട പോലെ നടത്തുന്ന ജോലിയുള്ളൂ. അയിമൻ തന്നെ ആകെ 300-250 ആകെ കിട്ടുക. അതോട്ട് ജീവിച്ചു പോവുകയാണ്. അപ്പൊ എല്ലാ സമയത്തും ബാക്കിയുള്ള കാര്യത്തിന് കഴിയില്ല. അതിന് അദ്ദേഹം അമല് സ്വാലിഹാത്തുകൾക്ക് തുടർച്ച ഉണ്ടായാൽ പടച്ചോന്റേക്ക് കൂലി ഉണ്ടാവും, അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് കേട്ടപ്പം അദ്ദേഹം അതിന് തെരഞ്ഞെടുത്തൊരു വഴി എന്താ അറിയോ? അത്ഭുത. ശരിക്ക് ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ പ്ലാൻ ചെയ്താൽ കിട്ടും. അദ്ദേഹം എന്താന്ന് വെച്ചാൽ വെള്ളിയാഴ്ച അദ്ദേഹം പള്ളി ക്ലീൻ ആക്കുന്ന ആള് വരുമ്പോഴേക്കും അദ്ദേഹം പള്ളി മൊത്തം ക്ലീൻ ആക്കിണ്ടാവും. ചെറിയൊരു പള്ളിയാണ്. അപ്പം അതൊരു നമ്മളിങ്ങനെ ജുമഅക്ക് വന്നപ്പോൾ പള്ളി ഫുള്ള് ക്ലീൻ ആക്കി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ക്ലീൻ ആക്കുന്നതിൽ പുറമെ വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ ക്ലീൻ ആക്കണം. അതിനൊരു 10:30 ആകുമ്പോൾ ക്ലീൻ ആക്കുന്ന ആള് വരും. 10:30 ആയപ്പോഴേക്കും പള്ളി ഏകദേശം ക്ലീനായി, പെനോയിലൊക്കെ ഒഴിച്ച് നമ്മളെ നമ്മൾ അത്തർ പോലത്തെ സാധനമൊക്കെ. ഇപ്പൊ ഇത് 2-3 ആഴ്ചയപ്പോ അങ്ങനെ ആൾക്കാർക്കില്ല ആരാ പോകുന്നത്. അങ്ങനെ ഒരു 9-9:30 മണി സമയത്ത് എത്തിയപ്പോണ്ട് ഈ സാധു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഒരു കയ്യില് വടി ഇങ്ങനെ കുത്തിയിട്ട് കൊക്കി ചാടി, ഒരു കവറിലുണ്ട് പെനോയിലിന്റെ ഒരു കുപ്പിയും ചെറിയ ബ്രഷും ഇതൊക്കെ ഇട്ട് പള്ളിന്റെ ഓരോ ഭാഗം അദ്ദേഹം ഇങ്ങനെ ക്ലീൻ ആക്കാൻ. ആ സമയത്ത് അധികം ആൾക്കാർ പള്ളിയിൽ ഉണ്ടാവില്ല. ക്ലീനാക്കി തുടക്കണ പള്ളിക്കത്തെ സാധനം എടുത്ത് ക്ലീനാക്കി, ബാത്റൂം ഭാഗം ക്ലീനാക്കി, ഒരു മണിക്കൂർ കൊണ്ട് അദ്ദേഹം ഏകദേശം മിമ്പർമൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇത് പിടിച്ചാണ്ട് ഇങ്ങനെ കൊക്കി ചാടിയാണ്. ഒരു കാലിന് സ്വാധീനക്കുറവാണ്. കയറി ഇങ്ങനെ വൃത്തിയാക്കി അദ്ദേഹം ഒരു 10:30 ആ ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ ഇറങ്ങി പോകണം. ആരും കാണാനില്ല, പറയാനില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് കണ്ടപ്പോ നമ്മളിങ്ങനെ അല്ല നിങ്ങളെന്തിനാ അപ്പൊ ചെയ്യണേ? അദ്ദേഹം പറഞ്ഞ വാചകതാണ്. നമ്മള് ഇതിനേക്കാൾ അനുഗ്രഹം കിട്ടിയവരാണല്ലോ. അദ്ദേഹം പറഞ്ഞ വാക്ക്,
മോലെ നിങ്ങൾ മിമ്പർമെന്ന് ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറയുമ്പോഴും ഇന്നെക്കാളും പ്രായം കുറഞ്ഞ എത്രയോ മക്കൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിതൊന്നും കഴിയില്ല, എൻ്റെ കാല് ഇങ്ങനെയാണ്. രണ്ടാമത്തെ എനിക്ക് അധികം സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരാഴ്ചയിൽ ഈ 6 ദിവസമായി കച്ചവടം, അതിന് ആകെ ഒക്കെ പാടെ കൂടിയ കിട്ടുക, എല്ലാം കൂടി 2000 റുപ്യാണ് ആകെ ഒരാഴ്ചയിൽ കിട്ടുക, എല്ലാം കൂടി കൂട്ടിയാണെങ്കിൽ. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് കൂടി പോയി എൻ്റെ പേരെ പട്ടിണിയാവും. അപ്പൊ ഞാൻ ആലോചിച്ചതാണ്, അള്ളാന്റെ ഇഷ്ടം കിട്ടാൻ, പരലോകത്ത് ഇന്റെ ജീവിതത്തിൽ സ്വർഗം കിട്ടാൻ, നേരത്തെ പറഞ്ഞ പോലെ ഹറാമായ കാര്യത്തിൽ നിന്ന് അള്ളാഹു തുടർച്ചയായി അമല് ചെയ്യുന്ന ഒരാൾക്ക് കൂലി കൊടുക്കും, ഹറാം ഒഴിവാക്കി കൊടുക്കും എന്ന് പറഞ്ഞപ്പോ ഞാൻ പള്ളി ക്ലീനിങ് ഇൻഷാ അള്ളാ വെള്ളിയാഴ്ച, അതെനിക്ക് കഴിയുള്ളൂ, എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ക്ലീനാക്കാൻ ഞാൻ നിയത്തിച്ചു, അതാണ് ചെയ്യണത്. ഇങ്ങനെ ചെയ്താൽ മതി, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്താൽ മതി, പക്ഷെ അത് ചെയ്യണം. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അമലുണ്ടോ എന്ന് വെറുതെ ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞത് എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു അമലുണ്ടോ പറയാൻ. എല്ലാ ചൊവ്വാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഞാൻ തുടർച്ചയായി എന്ന് പറഞ്ഞ സംഗതി നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പറയാൻ കാരണം, നമ്മള് എല്ലാവരും ഞാനും കൂടെ ഒരുമിച്ച് ചെയ്യണത് കൂടിയും കുറഞ്ഞും ഇങ്ങനെ നിൽക്കണത്, അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ സംഗതി വേണമെന്നാ പറഞ്ഞു. എങ്കിൽ അവർക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ അവരുടെ കണ്ണും കാതും കയ്യും അള്ളാഹു ആവും എന്ന് പറഞ്ഞാൽ ആ കൈ കൊണ്ടും ആ കാല് കൊണ്ടും ഒക്കെ പടച്ചവൻ ഇഷ്ടമുള്ളതേ അള്ളാഹു ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അവിടേക്ക് നമ്മുടെ മാനസികാവസ്ഥ എത്തിക്കും. മൂന്നാമത്തെ എന്താ പ്രശ്നങ്ങളെ, അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആരാധന ചെയ്യാനുള്ള തൗഫീഖ് പടച്ചവൻ കൊടുക്കും. വലിയൊരു കാര്യമാണ് ഈ പറഞ്ഞത്. ആരാധന ചെയ്യാനുള്ള തൗഫീഖ് ആണ് എന്താ പ്രശ്നങ്ങളെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനസ്സിലാകാൻ വേണ്ടി. ഇപ്പൊ ഈ ക്ലാസ്സില്ലേ ഉൾക്കൊള്ളാൻ വേണ്ടി, ഈ ക്ലാസ് വാട്സപ്പിൽ കിട്ടുന്ന പോലെ എണ്ണം ചിലപ്പോൾ 1000 ആയിരിക്കും, പോസ്റ്റർ കാണുന്ന ആൾക്കാർ 1000 ആയിരിക്കും. ക്ലാസ് ഉണ്ട് നമ്മളിലൂടെ കിട്ടുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു 500 ആൾക്കാരുണ്ടാവും. പള്ളിക്കന്ന് ബോർഡ് കണ്ടു ഒരു 10-200 ആൾക്കാരുണ്ടാവും. ശരിക്കും പറഞ്ഞ മിനിമം ഈ ഹാളൊന്നാകെ ഇതിന്റെ അപ്പുറത്തേക്ക് നിറയാൻ മാത്രം ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മക്കേ വരാൻ അള്ളാഹു തൗഫീക്ക് തോന്നിച്ചിട്ടുള്ളൂ, നമ്മക്കേ അള്ളാഹു വരണം എന്നുള്ളത് തോന്നിച്ചിട്ടുള്ളൂ. അതിന്റെ പേരാ തൗഫീക്ക്, അതിന്റെ പേരാ തൗഫീക്ക്. പള്ളിക്കൊക്കെ കയറുമ്പോഴുള്ള പ്രാർത്ഥന അള്ളാഹു മഫ്തഹലി അബുവാബ റഹ്മത്തിക്കാൻ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിന്റെ ഇടയ്ക്ക് 3ാം ക്ലാസ്സിലെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ കേറുമ്പം ചൊല്ലണമെങ്കിൽ അള്ളാഹിനെ തൗഫീക്ക് കാണും. ആ തൗഫീക്ക് ഇട്ടുമ്പോൾ ചൊല്ലുള്ളൂ, ആ തൗഫീക്ക് ഉണ്ടെങ്കിൽ ചൊല്ലുള്ളൂ. കണ്ണ് കാണാത്തൊരു സാധുവിനെ കാണുമ്പം ബൈക്ക് ഇങ്ങനെ സൈഡാക്കിയിട്ടോ അവന്റെ കഴിയെ പിടിച്ചിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടാവും. ചെയ്യണമെങ്കിൽ അള്ളാഹിന്റെ തൗഫീക്ക് വേണം, അപ്പോഴത് പുണ്യായിട്ട് മാറുള്ളൂ. ഇനി ബാക്കിയൊക്കെ ആലോചിച്ച് നോക്കി, ബാക്കിയൊക്കെ എന്തുകൊണ്ട് നമ്മളെ നാട്ടില് നിങ്ങൾ കരുതുന്നുണ്ടോ ദീനിയായി ഖുത്ബയും ക്ലാസും കേൾക്കാത്തോണ്ടാണ് ആൾക്കാർ സൽക്കർമ്മങ്ങൾ ചെയ്യാത്തത്? അല്ല, അതിന് പടച്ചോന്റെ ഒക്കെ ഒരു തൗഫീക്ക് കിട്ടാണ്ട്. നമ്മുടെ നാട്ടിലെ എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിയുള്ള മനുഷ്യന്മാരിൽ ഇന്ന് വരെ ഹജ്ജിനും ഉമ്രക്കും പോയില്ലല്ലോ. എന്തേ പോകാത്ത? നിങ്ങൾ പറയാം എന്തുകൊണ്ടാ പോകാത്തത്? ഹജ്ജിന്റെ പുണ്യം അറിയാത്തോണ്ട്? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഹജ്ജിന്റെ പുണ്യം അറിയാത്തോണ്ടാ? അല്ല, ഉമ്രന് ഓർക്ക് തോന്നുന്നില്ല. ആ തോന്നായികന്റെ പേരാണ് തൗഫീഖില്ലായ്മ. ഓർക്ക് തോന്നൂല. വെള്ളിയാഴ്ച പള്ളിന്റെ മിമ്പർമ കയറി ഖത്തീബ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മലക്കാള് കിതാബ് അടക്കണ വെക്കും. അപ്പൊ ജുമാക്ക് വരുന്നത് കാരണമില്ലെങ്കിൽ വെറുതെ അങ്ങാടിയിൽ ഇങ്ങനെ എന്നാണ്ട് നേരം വൈകിയതാണ്, ഈ ജുമാ കിട്ടൂല. ജുമാ പങ്കെടുത്തതിന്റെ നഷ്ടപ്പെടുത്താത്തതിന്റെ രേഖപ്പെടുത്തും. പക്ഷെ ജമാഅന്റെ പൂർണ്ണമായ കൂലിവിട്ട കിട്ടൂല. ഇതറിയാത്ത പോലെ 2ാം ഖുത്ബക്ക് വരുന്നത് അല്ല, വരണെന്ന് തോന്നണില്ല. ആ തോന്നായികന്റെ പേരാണ് തൗഫീഖില്ലായിക. ആ വരാത്തിന്റെ പേരാണ് തൗഫീഖില്ലായിക. അത് ഓരോ സമയത്തും നമ്മളിങ്ങനെ പറഞ്ഞ തുടർച്ചയായിട്ട് പറഞ്ഞ എത്രയോ പറയണ്ടോ. അവിടെയാണ് അള്ളാഹുവിന്റെ ആയത്ത് വല്ലദീന ജാഹദൂ ഫീനാ, പടച്ചോൻ ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളും ഇബാദത്തുകളുമായി പടച്ചോനെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമാകുന്ന ആളുകൾക്ക് ലനഹ്ദിയന്നഹും സുബുലന, അവർക്ക് നാം നന്മയുടെ മാർഗത്തിലേക്ക് വഴിയൊരുക്കി കൊടുക്കും, തൗഫീഖ് എടുക്കും അള്ളാഹ്. നിക്കാഹ് ഖുത്ബ ഇങ്ങനെ കഴിയുമ്പം നോയിക്കൊണ്ട് എല്ലാവരും കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നീക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഇടുന്നാണ്ട് ബാറക്കല്ലാഹു ലക്കുമാ ബാറക അലൈക്കുമാ എന്ന് ചൊല്ലും. 500 ആൾക്കാരിൽ 20 ആൾക്കാർ ചൊല്ലും. ബാക്കി 450 ആൾക്കാർക്കും പ്രാർത്ഥന അറിയാത്തോണ്ടല്ല, പിന്നെ ചൊല്ലണം എന്നപ്പോൾ അള്ളാഹിൻ്റെയൊക്കെ ഒന്ന് തൗഫീഖ് കിട്ടാത്തതുകൊണ്ടാണ്. ആ 20 ആൾക്കാരിൽ അള്ളാഹ് നമ്മളെ പെടുത്തും. ആ 20 ആൾക്കാരിൽ അള്ളാഹ് നമ്മളെ പെടുത്തും. നമ്മൾ ബസ്സിൽ നിൽക്കുമ്പോൾ സാധുവായൊരു മനുഷ്യൻ നിൽക്കുമ്പോൾ ഇക്കാക്കാബടി ഇരുന്നോളിൻ എന്ന് പറയാൻ, എഴുന്നേറ്റ് കൊടുക്കാൻ
നമ്മുടെ മനസ്സിൽ അള്ളാഹ് തോന്നിപ്പിക്കും. അപ്പൊ അത് വീണ്ടും സൽക്കർമ്മമായി മാറും, വീണ്ടും സൽക്കർമ്മമായി മാറും. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പള്ളിക്കണ്ട്, തൗഹീദിന്റെ ഒരു പള്ളിക്കണ്ട്, പള്ളി നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുണ്ട്, നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ QR സ്കാനർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇന്റെ കയ്യിൽ പൈസ ഉണ്ട്, നമ്മളെ കയ്യിൽ പൈസ ഉണ്ട്. അല്ല, ഇനി പൈസ അല്ല, വളരെ കുറവാണ്. 10 ഉറുപ്പ്യന് കൊടുത്താൽ ചിലപ്പോ ആ പള്ളിക്കക്ക് ഒരു ഇഷ്ടിക വാങ്ങണിയിൽ ഒന്നുണ്ടാകും. ബിസ്മിൻ ചൊല്ലി 200 ഉറുപ്പ്യ, പടച്ചോനെ 200 ഇഷ്ടികന്റെ പൈസ ഉണ്ടാവട്ടെ. ഏതോ പള്ളിയാണ്, പക്ഷെ തൗഹീദിന്റെ പള്ളിയാന്ന് മനസ്സിലായി. ആരും കാണില്ല. QR സ്കാൻ ചെയ്തിട്ട് 200 ഉറുപ്പ്യ, 1000 ഉറുപ്പ്യ, 2000 ഉറുപ്പ്യ, 5000 ഉറുപ്പ്യ ആരും അറിയാതെ പടച്ചോനെ സ്വീകരിക്കണമെന്ന് ചെയ്യാൻ അള്ളാഹു നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കണം. കൂട്ടരെ, തോന്നിപ്പിക്കണം. ആ തോന്നലില്ലാത്തോണ്ടാണ് നമ്മുടെ നാട്ടിൽ, ഞാൻ ഇപ്പോഴും എൻ്റെ നാട്ടില് പള്ളിന്റെ കുറച്ചപ്പുറത്ത് 10, 50, 60 ആൾക്കാർ വയസ്സുള്ളൊരു കാക്കുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹം പള്ളിക്ക്, നമ്മളിങ്ങനെ ജമാഅത്തിനൊക്കെ വരുമ്പോ അദ്ദേഹം ഇങ്ങനെ അങ്ങാടിയിൽ നിൽക്കണാണ്. ദീനെതിരൊന്നല്ല, വെള്ളിയാഴ്ചക്ക് വരും. അപ്പൊ ഞാൻ ഒരിട്ടവും ചായ അടിച്ചപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, ഇക്കങ്ങൾ എന്താ സത്യത്തില് ജമാഅത്തിന് വരാത്തത്? അപ്പൊ അദ്ദേഹം വളരെ എന്തായിട്ട് പറയാൻ, മൗലവിക്ക് തോന്നണില്ല. ഏത് വരാൻ അങ്ങോട്ട് തോന്നണില്ല, അതിന്റെ വേരാ തൗഫീഖില്ലായ്മ. ഞാൻ പറഞ്ഞു അത് കാരണല്ല കേട്ടോ, കാരണല്ല. ഒരു ഇബാദത്ത് ചെയ്യാൻ ഒന്ന് പടച്ചോൻ തോന്നിപ്പിക്കുക, 2 നമ്മൾക്ക് അതിന്റെ ഗൗരവം ഉണ്ടായിട്ട് പോരെ. നമുക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, നമ്മളിപ്പം ഈ ഒരു ഷർട്ട് ഇടുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇടുന്ന അല്ല, ഷർട്ട് ഇടാതെ അവിടെ കയറാൻ പറ്റൂല എന്ന്. അത് നമ്മളെ ബോധ്യമാണ്. നിസ്കരിക്കാതെ ജീവിക്കാൻ പറ്റുന്നുള്ള ബോധ്യമാണ്. ആ ബോധ്യത്തിന്റെ പേരാ തൗഫീഖ്. സോങ്ങളെ, അതുകൊണ്ട് ഒരു അമൽ, ഏത് അമലായിക്കോട്ടെ, അത് തുടർച്ചയായി ചെയ്യുന്നവന് ഖുർആന്റെ ആയത്താണ്, അവർക്ക് അള്ളാഹു ആരാധന ചെയ്യാനുള്ള തൗഫീഖ്. രണ്ടാമത്തെ എന്താ അറിയും, പടച്ചവനിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാനുള്ള തൗഫീഖും അള്ളാഹ് തരും. അപ്പൊ നമ്മളങ്ങനെ ജീവിക്കുക, നമ്മളെ കുട്ടി അങ്ങനെ ജീവിക്കാതിരിക്കോളൂ. ഞാൻ ഇതിന്റെ ഓർമ്മയിലുണ്ട്, വെള്ളിയാഴ്ച പള്ളിക്ക് വല്യാപ്പാന്റെ കയ്യെ പിടിച്ചു തന്നെ ഒരു മകനുണ്ട്. ഓന്റെ സ്കൂള് നമ്മുടെ നാട്ടില് മാപ്പിള സ്കൂൾ ആയതുകൊണ്ട് വെള്ളിയാഴ്ച ഒഴിവാണ്, കുത്തുബക്ക് ഉണ്ടാവും. ഓന് പള്ളിന്റെ അവിടെ ഇങ്ങനെ ബക്കറ്റ് വെക്കുമ്പോൾ വാപ്പാന്റെ ഏക്കെന്ന് എന്നും 10 ഉറുപ്പ്യ വാങ്ങിയിട്ട് ഓൻ അതിൽ അങ്ങനെ ഇടും. ഞാൻ വന്നിട്ട് പറഞ്ഞു നോക്കുന്നത്, വാപ്പാനോട് ഞാൻ എപ്പോഴും പറയും, വാപ്പ 10 ഉറുപ്പ്യ എനിക്ക് തരണം. അവന്റെ ജീവിതത്തിൽ തുടർച്ചയായി, എത്രയുള്ളൂ, ആകെ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ എത്തിയുള്ളൂ, ഓൻ 10 ഉറുപ്പ്യ വാപ്പാന്റെ വല്യാപ്പാന്റെ ഒക്കെ വാങ്ങും, അതിലിടും. ഓന്റെ വെള്ളിയാഴ്ചത്തെ അവന്റെ തുടർച്ചയാക്കിയ പ്രവർത്തനാണ്. വെള്ളിയാഴ്ച ഉണ്ടോ 10 ഉറുപ്പ്യ ഉണ്ടോ, ഓന്റെ പ്രായത്തിൽ അത് മതി. അങ്ങനെ ഞാൻ ശീലിച്ചാൽ അള്ളാഹ് എന്ത് ചെയ്യും നമ്മളെ, എന്താ തൗഫീഖ് അറിയോ? ഞാൻ ഇവിടുന്ന് കാനഡയ്ക്ക് പഠിക്കാൻ പോവുകയാണ്, US ഒക്കെ പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ റഷ്യക്ക് പോവുകയാണ്, ജർമ്മനിക്ക് പോവുകയാണ്, സ്വിറ്റ്സർലാൻഡിക്ക് പോവുകയാണ്, ഐസ്ലാൻഡിക്ക് പോവുകയാണ്. അവിടെ എനിക്ക് ജീവിക്കാനും ദീനിയായി ജീവിക്കാനും വഴി തെറ്റാതിരിക്കുവാനുമുള്ള അവസരം അള്ളാഹ് തരും. ഇതിന്റെ പേരാ തൗഫീഖ്. നിങ്ങൾക്ക് സ്ഥലം മാറ്റം കിട്ടി, നമുക്ക് സ്ഥലം മാറ്റം കിട്ടി, പോയി പെട്ട സ്ഥലം, ജുമാക്കും കൂടി പോകാൻ പറ്റാത്ത സ്ഥലമാണ്. എന്താ നമ്മളെ കാട്ടുക? ഒന്നുമില്ല, പടച്ചോനയിൽ നമുക്ക് കൂലി, നമ്മൾ കുറച്ചുകൂടി റിസ്ക് എടുത്താ, പക്ഷെ നമുക്കൊന്നുകൂടി ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന സാഹചര്യവും റൂമും പള്ളിയുടെ സൗകര്യങ്ങളും ഗൾഫ് പോയ അവിടുത്തെ ഒരു സാഹചര്യവും, ആ തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് അള്ളാഹു പറഞ്ഞു, തുടർച്ചയായി ഇബാദത്ത് ചെയ്യുന്നവർക്ക് അള്ളാഹ് കൊടുക്കും. അള്ളാഹു നൽകുമാറാകട്ടെ. 5ാമത്തെ കാര്യം, തുടർച്ചയായി ഏതെങ്കിലും 1, 2 സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ചെയ്യാത്തപ്പോഴും അള്ളാഹു കൂലി കൊടുക്കും. ഇത് നമുക്ക് അറിയുന്ന ഹദീത്താണ്, നമുക്ക് സുപരിചിതമായ ഹദീത്താണ്. അതെന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മരിദൽ അബ്ദ്, ഒരാൾക്ക് രോഗമായി, നമ്മളെ പറ്റി പറയാം, നമുക്ക് രോഗമായി, ഔ സാഫറ, അല്ലെങ്കിൽ യാത്രയിലാണ്, കതബ ലഹു മിനൽ അമൽ, ആ യാത്രയിലും ആ രോഗിയാകുമ്പോഴും അള്ളാഹു നമ്മൾക്ക് പുണ്യകർമ്മങ്ങൾ എഴുതി വെക്കും. പുണ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, ഖബറിൽ വെളിച്ചമാകുന്ന, പാപമോചനത്തിന് കാരണമാകുന്ന, അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന, പ്രവാചകനെ കാണാൻ കഴിയുന്ന, മീസാനിൽ ഖനം തൂങ്ങുന്ന, വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന, ശഫാഅത്തിന് അർഹമാകുന്ന, ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടുന്ന സൽക്കർമ്മങ്ങൾ. അതാണ് അതിന്റെ അമലു സ്വാലിഹാത്ത് എന്നാൽ. അത് അള്ളാഹ് എഴുതി വെക്കും. നമ്മൾ രോഗിയാകുമ്പോഴും യാത്രയിലാകുമ്പോഴും. എപ്പോൾ? യാത്രയിലല്ലാത്തപ്പോഴും രോഗിയല്ലാത്തപ്പോഴും നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ രോഗിയാകുമ്പോഴും യാത്രയിലും അള്ളാഹ് തരും. എന്ന് പറഞ്ഞാല് നമ്മള് സുന്നത്ത് നോമ്പെടുക്കുന്ന ആളാണ്, മനസ്സിലാകാൻ പറയട്ടോ, സുന്നത്ത് നോമ്പെടുക്കുന്ന ആളാണ്.
നമ്മൾ ഈ ക്ലാസ് കേട്ടിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു വ്യാഴാഴ്ച സുന്നത്ത് നോമ്പെടുക്കാൻ തീരുമാനിച്ചോളൂ. അങ്ങനെ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് എടുത്തു പോരുന്നുണ്ട്. ഒരു വ്യാഴാഴ്ച നമുക്ക് കുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വേണം, നോമ്പെടുക്കാൻ പറ്റില്ല, സാരല്ല. അള്ളാഹു അന്ന് നമ്മൾ സുന്നത്ത് നോമ്പെടുത്തതായിട്ട് നമ്മൾ ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നോമ്പുകാരന്റെ കൂലി അന്ന് തരും. അതാർക്ക് മാത്രമേ ഉള്ളൂ അറിയോ? അതാർക്ക് മാത്രമേ ഉള്ളൂ അറിയോ? തുടർച്ചയായി ഈ പ്രവർത്തനം ചെയ്തു. ഏതുപോലെ എന്നറിയോ? ഏതുപോലെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വരാം. എല്ലാ തിങ്കളും വ്യാഴം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണമെന്ന് റമദാനിൽ 4 ടോട്ടൽ 8 സുന്നത്ത് നോമ്പുകൾ. സാധാരണ ഓരോ ആഴ്ചയിലും തിങ്കളാഴ്ച 4 ആഴ്ച ഉണ്ടാലോ, ഓരോ ആഴ്ചയിലും തിങ്കളാഴ്ചയും ഓരോ ആഴ്ചയിലും വ്യാഴാഴ്ചയും തുടർച്ചയായിട്ട് നോമ്പെടുക്കണം. റമദാന്റെ കൂലി ഉണ്ടാവും, സുന്നത്ത് നോമ്പിന്റെ കൂലി ഉണ്ടാവും. അത് തുടർച്ചയായിട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മള് ചില വളവന്മാരുണ്ട് ഇത് കഴിഞ്ഞിട്ട് 6 നോമ്പും സുന്നത്ത് നോമ്പും ഒക്കെ പാടം കെട്ടെടുത്താണ്ട് അത് രണ്ടും പാടം കൂട്ടിയടിക്കാൻ പറ്റുന്ന ടീമുണ്ട്. ഏത് നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ സുന്നത്ത് നോമ്പ് എടുക്കുമ്പോൾ 6 നോമ്പിന്റെ നീയത്തെടുക്കാം. ഓൾറെഡി വളവന്മാരാ. ഞാൻ അതിന്റെ കൂട്ടത്തിൽ അള്ളാഹ്ക്കിട്ടും കൂടി വളവാട്ടുന്ന ആൾക്കാർ അത് പെടൂലട്ടോ. ഞാൻ പറഞ്ഞ സ്ഥിരമായി ചെയ്യുന്ന ഒരാൾക്ക്, സ്ഥിരമായി അറഫാ നോമ്പിന്റെ അന്ന് വ്യാഴാഴ്ച ആണെങ്കിൽ വ്യാഴാഴ്ച നോമ്പെടുക്കണ അറഫാ നോമ്പിന്റെ കൂലിയും കിട്ടും, സ്ഥിരമായി എടുക്കണിന്റെ കൂലിയും കിട്ടും. അത് അള്ളാഹു ആർക്ക് കൊടുത്തതാണ്? ഈ തുടർച്ചയുണ്ടാക്കുന്നവനാണ്. അപ്പൊ അത് രോഗിയാകുമ്പോ ഭാര്യമാര്, സഹോദരിമാര്, നിങ്ങൾ ഗർഭിണിയാവുമ്പോ നിങ്ങൾ സ്ഥിരമായിട്ട് ലോഹറിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഗർഭിണിയായി ആശുപത്രിയിൽ കടന്ന് എത്ര മാസം കഴിഞ്ഞിട്ടാണോ പുറത്തു വരുന്ന നിസ്കാരം കഴിഞ്ഞ് അതുവരെ നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിലും ആ ലോഹറിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അള്ളാഹു എഴുതി വെക്കുന്നു. അത് അള്ളാഹു നമുക്ക് തന്നെ പടച്ചോ നമുക്ക് തന്നെ തൗഫീഖാണ്. അള്ളാഹു നമ്മൾക്ക് തരുന്ന വലിയ സമ്മാനാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ, നാളെ പരലോകത്ത് വിശ്വാസിയായ ഒരു മനുഷ്യന് അയാളുടെ കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായത് നിസ്കാരാണ്. ആ നിസ്കാരം പോലും തുടർച്ചയായി പടച്ചവന്റെ മുന്നിൽ സുന്നത്തായി നിർവഹിക്കുന്ന ഒരാൾക്ക് അള്ളാഹു അയാൾ യാത്രയിലാകട്ടെ, വിമാനത്തിലാകട്ടെ, വെന്റിലേറ്ററിലാകട്ടെ, ബോധം കെട്ട് പോയതാകട്ടെ, തുടർച്ചയായി ചെയ്ത സുന്നത്ത് ഖുർആൻ പാരായണം, പെന്നു രാവിലെ 1 പേജ് ഓതുന്നോന് ബോധം കെട്ട് ഈ 2.5 മാസം ICUയിൽ ബോധമില്ലാതെ കിടക്കുമ്പോഴും അയാൾ ഖുർആൻ ഓതുന്നതിന്റെ കൂലി അള്ളാഹ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനൊരു തുടർച്ച നമുക്ക് ഉണ്ടാണ്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കാണ്. ഏറ്റവും പ്രധാനമായതാണ് ഈ പറഞ്ഞത്. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾക്ക് അതിന്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. മറ്റൊന്നെന്താ അറിയും? ഫർളിന്റെ പോരായ്മകൾ അള്ളാഹു സുന്നത്തുകളായ ഈ കർമ്മങ്ങൾ തുടർച്ചയായി ചെയ്യുന്നവർക്ക് അള്ളാഹു പരിഹരിച്ചു കൊടുക്കും. ഈ ഹദീസ് നമ്മൾ ശരിക്കും കേൾക്കേണ്ട ഒരു ഭാഗമാണ്. എന്താ ഹദീസ് അറിയും? ഈ ഹദീസ് മറക്കരുത് കേട്ടോ. ഇന്ന അവ്വലമാ യുഹാസബു അന്നാസു ബിഹി യൗമൽ ഖിയാമ മിൻ അഅമാലിഹിം അസ്സലാ. എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. പരലോകത്ത് അള്ളാഹു ആദ്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുക തൗഹീദുള്ള ഒരാൾക്ക് നിസ്കാരാണ്. ബാക്കി നീ കേൾക്കാം. നിസ്കാരത്തെ അല്ലാഹ് ഇങ്ങനെ പരിശോധിച്ചിട്ട് മലക്കാട് പറഞ്ഞ വാക്കെന്താ അറിയോ? ഉൻളുറു ഫീ സ്വലാത്തി അബ്ദി, എന്റെ അടിമയുടെ നിസ്കാരം നോക്ക്. അതമ്മഹാ അം നഖ്സഹാ, പൂർത്തിയായ കൂലി കൊടുക്കാൻ പറ്റിയ നിസ്കാരാണോ അല്ല ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരാണോ എന്ന് നോക്കൂ. എന്നാണ് സ്വർഗം കൊടുക്കാൻ പറ്റിയ, സ്വീകരിക്കപ്പെടാൻ പറ്റിയ നിസ്കാരാണോ അതോ നഷ്ടപ്പെട്ടു പോയ നിസ്കാരാണോ എന്ന് നോക്കൂ. അപ്പോ മലക്ക് നോക്കുമ്പോ നമ്മളത് ഞാൻ പറയാം, നിസ്കാരത്തിൽ അശ്രദ്ധ കൊണ്ട് പലതും മറന്നുപോയത് ഉണ്ടാകാം, അല്ലെങ്കിൽ ധൃതി കാണിച്ചിട്ട് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച പോലെ ആകാത്തത് ഉണ്ടാകാം, നീയത്ത് വ്യത്യാസപ്പെട്ട്. ചിലവരൊക്കെ പള്ളിക്ക് ജമാഅത്തിന് കയറുമ്പോൾ ഞാൻ കൂലില്ല എന്നല്ല പറഞ്ഞ് ആ പള്ളിക്ക് ഇങ്ങനെ പോകാൻ നേരത്തേക്കാരം ഇവിടെ കടന്നോ ഇവിടെ കയറിയിട്ടുണ്ടാവും, എന്നാൽ ഇവിടെ കയറാം. കാരണം സലാം വീട്ടിൽ കഴിഞ്ഞിട്ട് ഓൻ്റെയൊക്കെ ഒന്ന് വാങ്ങാറ നീയത്തിൽ കയറണുണ്ടാവും. അതിന് കൂലിണ്ടോ എന്ന് അള്ളാഹു ആയാലും അങ്ങനെ കയറിയവനൊക്കെ ഉണ്ടാവും. കടന്നോ ഈ പള്ളിക്കല കയറിയത് സലാം വീട്ടിൽ കഴിഞ്ഞിട്ട് ഓൻ്റെയൊക്കെ ഒന്ന് വാങ്ങാന്നുള്ള നീയത്തിൽ കയറിയാൽ പൂർണ്ണമായ കൂലുണ്ടാവുമോ? പിന്നെ കയ്യാണ് കെട്ടി തുടങ്ങി സലാം വീട്ടും വരെ 25 കോട്ടാവി ഇടണുണ്ടാവും. ഓന് നിസ്കാരം കഴിഞ്ഞാൽ കോട്ടാവി തന്നെ വരില്ല. നിസ്കാരത്തിൽ കെട്ടി അപ്പൊ തുടങ്ങും കോട്ടാവി. അങ്ങനത്തെ നിസ്കാരം പടച്ചോൻ്റെയൊക്കെ ഒന്ന് സ്വീകരിക്കോ അറിയില്ലേ നമുക്ക്? നിസ്കാരത്തിനിടയ്ക്ക് ഇങ്ങനെ മോൾക്ക് നോക്കി നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ കണ്ണ് അള്ളാഹു പരുന്ത് റാഞ്ചി കൊണ്ടുപോട്ടെ എന്നാണ്. ചിലപ്പോൾ അള്ളാഹു സ്വീകരിക്കപ്പെടാതെ വന്നാലോ, അശ്രദ്ധമായി. നമ്മൾ നാളൊരു ക്ലാസ് പറഞ്ഞതാണ്,
നിസ്കാരത്തിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും, ഞാനടക്കം എല്ലാ ആൾക്കാർക്കും പലപ്പോഴും നിസ്കാരം തുടങ്ങിയിട്ട് സലാം വീട്ടി കഴിയുമ്പോൾ ഞമ്മക്കെ തോന്നു പഠിച്ചാൽ ഇത് കഴിഞ്ഞോ, കാരണം തുടങ്ങിയതേ നമുക്ക് എത്തിയപ്പോഴേ ഓർമ്മയുള്ളൂ. സംഗതിയൊക്കെ തെല്ലിയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ആ ഓളത്തിൽ പലതും ശ്രദ്ധയോടുകൂടി ആവില്ല. ഈ നിസ്കാരത്തിലെ പടച്ചോ സ്വീകരിച്ചെങ്കിലല്ലേ സുഖങ്ങളെ നമുക്ക് കൂലുണ്ടാവുള്ളൂ പരലോകത്ത് ഒന്നാമത്തെ ചോദ്യത്തിന്. അപ്പൊ നമ്മളത് ചില നിസ്കാരങ്ങൾ നമ്മളത് പൂർണ്ണമല്ല എന്ന് കണ്ടാൽ കൂലില്ലല്ലോ, കൂലില്ല എന്ന് മാത്രമല്ല ഫർളായ നിസ്കാരാണിത്. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാനുണ്ടോ. ഫർളായ നിസ്കാരത്തിൽ പോരായ്മ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കൂലെങ്കിൽ എന്താണ്, ഫർള് ഒഴിവാക്കിന്റെ കുറ്റ കിട്ടുക. അപ്പൊ അള്ളാഹു വെച്ചൊരു മറുമരുന്ന് എന്താ അറിയോ, ആരുടെ നിസ്കാരാണോ പോരായ്മ ഉള്ളത് അവർ ഏതെങ്കിലും സുന്നത്തുകൾ തുടർച്ചയായി ചെയ്തിട്ടുണ്ടോ നോക്കൂ. അപ്പൊ മലക്കാള് പറയണം, അതെ എല്ലാ ദിവസവും 10 ആയത്തൊരു സ്ഥിരം ഓതുന്നോലാണ്, ആഴ്ചയിലൊരിക്കൽ അള്ളാന്റെ പേരിൽ ഇത്ര റുപ്യ സ്വതക്ക കൊടുക്കാൻ നിയ്യത്ത് ചെയ്യണോലാണ്. കുടുംബ സന്ദർശനത്തിന് രോഗികളെ എല്ലാ മാസവും ഒരു രോഗിനെ സന്ദർശിക്കണം എന്ന് നിയ്യത്ത് ചെയ്യണോലാണ്. ഖുർആൻ പഠിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസം തുടർച്ചയായിട്ട് പോണോലാണ്. ഇതാണ് തുടർച്ച എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വാക്ക് അതിമ്മൂലി അബ്ദി ഫരീളത്തഹു മിൻ തതവ്വുഹി, ആ തുടർച്ചയായി ചെയ്ത സുന്നത്ത് കൊണ്ട് ഈ ഫർദിൽ വന്ന പോരായ്മ അയാൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, ആ ഫർദ് പൂർത്തിയാക്കിയിരിക്കുന്നു. പിന്നെ അത് പൂർണ്ണ പ്രതിഫലമാക്കി അള്ളാഹ് മാറ്റും. ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടായി വെക്കും. അപ്പൊ നമ്മൾക്കിത് മനസ്സിലേക്ക് വരാനായി പറഞ്ഞത് നിസ്കാരത്തിൽ മാത്രമല്ല, നമ്മളെ വാപ്പാണ്ടുമാണ് സംസാരിക്കുന്നിടത്ത് നമ്മളെയൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായി ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു ആ പോരായ്മയെ അള്ളാഹു തിരുത്തി തരും. അബദ്ധം പറ്റിയതാണെങ്കിൽ നമ്മൾ ആൾക്കാരോട് സംസാരിക്കും. ചില ആൾക്കാർ നമ്മളോട് പറയില്ലേടാ, ആരിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ലേനു, പക്ഷെ ഈ എന്നാലും അങ്ങനെ ഒരു വാചകം എന്നോട് പറഞ്ഞല്ലോ. ചില നമ്മളോട് പറയാതെക്കും. നമ്മളോട് ആരെങ്കിലും പറഞ്ഞൊക്കെയാണെങ്കിൽ നമുക്ക് റമദാൻ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരുമ്പോൾ ബോധ്യപ്പെടുമ്പോൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാം. പക്ഷെ നമ്മൾ പറയാത്തത്ര മനുഷ്യന്മാരുണ്ട്, ഇല്ലേ? പിന്നെ സംസാരം കൊണ്ട് സങ്കടപ്പെട്ടിട്ട് അവനാന്റെ വീട്ടിൽ പോയിട്ട് വാതിൽ വീട്ടിട്ടിട്ട് തലക്കണ മുഖത്തോട് ഉയർത്തി വെച്ച് കരഞ്ഞ് പടച്ചോനെ എന്നാലും ഓനോട് അങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മളെ സംസാരം കൊണ്ട്, ഇടപാട് കൊണ്ട്, ദേഷ്യം കൊണ്ട്, നമ്മളെ ചൂടാകലോണ്ട് കരഞ്ഞെത്ര മനുഷ്യന്മാരുണ്ടാവും. അള്ളാഹു പുറത്തൊരുമാറാകട്ടെ. പറഞ്ഞെന്താ നിങ്ങളെ, അത്തരം വരുന്ന അബദ്ധങ്ങളും പോരായ്മകളും ഒക്കെ അമലു സ്വാലിഹാത്തുകൾ ഏതെങ്കിലും തുടർച്ചയായി ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ഏറ്റവും അവസാനത്തത്, ഞാനിത് എണ്ണി ഇങ്ങനെ പറയണത് ഏതെങ്കിലും ഒന്ന് മനസ്സിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും അവസാനത്തേത് ദുരന്ത സമയത്ത്, പരീക്ഷണ സമയത്ത് പടച്ചോൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ഉത്തരം തരും. നബിന്റെ ഹദീസ് എന്താ അറിയും, മൻ സർറഹു, ആർക്കെങ്കിലും സന്തോഷമുണ്ടോ, നമുക്ക് വലിയ പരീക്ഷണം വരികയാണ്. ചിലപ്പം വീടുമായി, കല്യാണവുമായി, അസുഖവുമായി, മക്കളുമായി ബന്ധപ്പെട്ട എന്താണോ വലിയൊരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. ആ സമയത്ത് നമ്മുടെ അല്ലാഹ് സ്വീകരിച്ചിട്ട് ആ പരീക്ഷണം മാറ്റി തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പടച്ചോൻ ഇപ്പൊ എന്റെ ദുആ നീ സ്വീകരിക്കണമേ. എന്റെ കുട്ടിതാ ആശുപത്രിയിൽ പേവാർഡിലാണ്, അവിടെ സർജറിക്ക് വിധേയമായി നിൽക്കുകയാണ്. ഡോക്ടർ പറഞ്ഞൊക്കെയാണ് കുട്ടി മഷി കുടിച്ചേക്കണ്, ചിലപ്പം മരിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു സമയമുണ്ടല്ലോ. ഇതാണ് ഖറാബ് എന്ന് പറഞ്ഞാൽ, ഇതാണ് സദാ എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് അള്ളാഹിനോട് നമ്മൾ കണ്ണ് നിറഞ്ഞ് ഹൃദയം പൊട്ടി പടച്ചോണ്ട് പ്രാർത്ഥിക്കുമല്ലോ, അള്ളാഹുവേ എന്റെ കുട്ടിക്കൊന്നും പറ്റരുതേ നാഥ, എന്റെ മകക്കൊന്നും പറ്റരുതേ നാഥ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണില്ലേ? ആ പ്രാർത്ഥനക്ക് അള്ളാഹ് ഉത്തരം തരണമെങ്കിൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. ബുദ്ധിമുട്ടുള്ള സമയത്താണ്. നമ്മുടെ കയ്യിലുള്ള പൈസ ഒരാൾക്ക് കൊടുത്തിട്ട് അടുത്ത മാസം തിരിച്ചുതരാം അല്ലെങ്കിൽ അടുത്ത കൊല്ലം തിരിച്ചുതരാം, ആ സമയത്ത് അയാൾ തിരിച്ചുതരാതെ നമ്മൾ ആളുകളുടെ മുന്നിൽ അപമാനിതനാകുന്ന ഒരു ഘട്ടം വരുമ്പോൾ അല്ലാണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചോനെ ഞാൻ ഒരാളെ സഹായിച്ചതാണ്, അതിന്റെ പേരിൽ നീ മാനം കെടുത്തല്ലേ നാഥ, അതിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കല്ലേ നാഥ. എന്റെ ജീവിതത്തിൽ ഒരു കച്ചവടത്തേക്ക് ഞാൻ അങ്ങനെ പൈസ ഇറക്കുമ്പോൾ നമ്മളൊരു 1000 വട്ടം ചിന്തിച്ച് 1-2 കച്ചവടം പൊട്ടി അല്ലെങ്കിൽ നഷ്ടം പറ്റി, പടച്ചോൻ ഇതിന്റെ അവസാനത്തെ അത്താണിയാണ്, ഇതുകൂടി നഷ്ടം വെക്കല്ലേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കൂലേ? ആ പ്രാർത്ഥനക്ക് അല്ലാഹു നമ്മൾ ഉദ്ദേശിക്കുന്ന
ഈ ദുനിയാവിലും പരലോകത്തും ഖൈർ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം തരണമെങ്കിൽ അള്ളാന്റെ വാക്ക് എന്തറിയോ? ഫൽയുക്സിർ അദ്ദുആ ഫിർറഖാ. സന്തോഷമുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം, തുടർച്ച ഉണ്ടാക്കണം. തുടർച്ച ഉണ്ടാക്കണവന് ആ സമയത്ത് പെട്ടെന്ന് ഉത്തരം കിട്ടും. നമ്മൾ ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം തേടുന്നവനാകരുത്, അവന് ഉത്തരം കുറവായിരിക്കും. എന്തേ പറഞ്ഞറിയും? ഒരു ദിവസം സമളെ ഞാൻ ഇതിന്റെ അവസാനിപ്പിക്കണം എങ്ങനെ അറിയും? ഒരു 5 മിനിറ്റ് ഏതെങ്കിലും ജമാഅത്തിന് ശേഷം, നമ്മൾ സാധാരണ ദിക്റൊക്കെ ചെല്ലണ്ടോ, ഒരു 5 മിനിറ്റെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ജമാഅത്തിന് ശേഷം, സുബൈക്ക് ഏശാക എപ്പോഴാണ് നമ്മളെ ജോലിയും ബാക്കിയുള്ള സഹോദരിമാരെ ഉമ്മാരെ നിങ്ങൾക്ക് എപ്പോഴും ഒരു 5 മിനിറ്റ് പടച്ചോനോട് നിന്നിട്ട് അവനാന്റെ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം 5 മിനിറ്റ് ഇരുന്ന് മുഴുവൻ കാര്യങ്ങളും ചോദിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ, നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ അള്ളാഹിനോട് 1 or 2 വട്ടം ചോദിച്ചാൽ മതി, അള്ളാഹ് ഉത്തരം തരും. അള്ളാഹുവിന്റെ വാക്കാണിത്, വഹിയാണിത്. പിന്നെ അള്ളാന്റെ ചോദ്യം, ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് പ്രയാസം അപകടത്തിക്ക് പോവുകയാണ് എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്നെ വിളിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ഉത്തരം തരുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടി, നമ്മളോട് പറയാം, നമ്മളൊരു കാര്യം ചെയ്യേണ്ടി, സന്തോഷമുള്ള സമയം ഉണ്ടല്ലോ ആ സമയത്ത് തുടർച്ചയായി നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരേ ഒരു കാര്യമേ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ, അത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ അടക്കം നീയത്ത് വെച്ച് പോവുക. എന്താ നമ്മളെ കൊണ്ട് കഴിക്കും? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും കഴിയുക. ചിലപ്പം ഫർളുസ്കാരത്തിന്റെ കൂടെ 1 or 2 ജമാഅത്തിന്റെ കൂടെ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ സുന്നത്ത് സ്കാരം ഇൻഷാ അല്ലാഹ് ശീലമാക്കണം എന്നൊരു നിയത്ത് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ് ഉപകാരപ്പെട്ടു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ളുഹ നിസ്കരിക്കണം, അത് ഇൻഷാ അല്ലാഹ് ഞാൻ മറക്കൂല. ആഴ്ചയിൽ ഏതെങ്കിലും ദിവസം, പക്ഷെ ഇനി തുടർച്ച ഉണ്ടാണ്. ഞാൻ പറഞ്ഞ തുടർച്ച ഉണ്ടാണ്. ആ തുടർച്ച നമ്മൾ ഉണ്ടാക്കണം, ടൈം ഷെഡ്യൂൾ ചെയ്തേക്കണം. എന്താ ഞാൻ ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത്? എന്താ അറിയോ നിങ്ങളെ? ഞായറാഴ്ച എന്ന് വെക്കണം, വെള്ളിയാഴ്ച എന്ന് വെക്കണം. സമയം വെച്ചില്ലെങ്കിൽ കിട്ടൂല. ഞാൻ ഉദാഹരണം പറയട്ടെ മനസ്സിലാകാൻ വേണ്ടി. റമദാനിലെ നോമ്പ് എന്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടണം നിങ്ങൾക്ക് അറിയോ? റമദാനിന് ടൈം ഷെഡ്യൂൾ ഉണ്ടായതുകൊണ്ടാണ്. എന്തുകൊണ്ട് നമുക്ക് സുന്നത്ത് നോമ്പ് കിട്ടാത്ത അറിയോ? അത് ഇൻഷാ അല്ലാഹ് നോക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ്. കാരണം എല്ലാ ആഴ്ചയും തിങ്കളും വ്യാഴം ഉണ്ടായതുകൊണ്ടേ ടൈം ഷെഡ്യൂൾ ഇല്ല. നമുക്ക് എന്തുകൊണ്ടാണ് ഫർദായി നിസ്കാരം കിട്ടുന്നതെന്ന് അറിയോ? അതിന് ളുഹറിനും അസറിനും ടൈം ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് മറക്കാൻ കഴിയില്ല, ഒഴിവാക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ കിട്ടാത്ത അറിയോ? തഹജ്ജുദ് നിസ്കാരം കിട്ടാത്തത് അതിന് ഇൻഷാ അല്ലാഹ് ഉറങ്ങിച്ചിട്ട് സുബഹി വരെ ടൈം ഉണ്ടല്ലോ എന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് കിട്ടാത്തത്. അതുകൊണ്ട് നമ്മൾ ശീലമാക്കുന്നത് എന്താണോ, ഞാൻ പറഞ്ഞത് ഇപ്പൊ എല്ലാ വെള്ളിയാഴ്ച പള്ളിക്ക് നല്ല ആകണമെന്നില്ല, എന്തിനെങ്കിലും അവനാന്റെ കുടുംബത്തിൽ പാവപ്പെട്ടവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ, അല്ലെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് മാസത്തിലെല്ലാ 1ാമത്തെ ആഴ്ചയും ആശുപത്രി പോയിട്ടോ അനാഥാലയത്തിൽ പോയിട്ടോ കുടുംബത്തിൽ പോയിട്ടോ ഒരു രോഗിനെ സന്ദർശിച്ച്, പരലോകത്ത് 70,000 മലക്കുകൾ ഒരു രോഗിനെ സന്ദർശിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും എത്ര തവണയാണോ പോകുന്നത് അത്രയും തവണ 70,000 മലക്കാളെ പ്രാർത്ഥന കിട്ടും. അതൊരു മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യും എന്ന് തീരുമാനിക്കുക. സദഖയുടെ കാര്യം തീരുമാനിക്കുക, ഖുർആനോത്തിന്റെ കാര്യം, ഏതാണോ നമുക്ക് പറ്റുന്നത്. ഞാൻ എല്ലാം കൂടി പറഞ്ഞത് എല്ലാം കൂടി ചെയ്യാനല്ല കേട്ടോ, നിലനിർത്തി പോകാൻ പറ്റുന്ന അവനാന് പറ്റിയ 1 or 2 സൽക്കർമ്മങ്ങൾ തീരുമാനിക്കുക. ഒഴിവും കഴിവും സാഹചര്യവും അനുസരിച്ച്, സാമ്പത്തികം അനുസരിച്ച്. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലാസ് നിർത്തണേ, നമുക്കങ്ങനെ നിയത്ത് വെച്ചൂടെ? നിങ്ങളുടെ അഭിപ്രായം അല്ലേ? അപ്പോഴല്ലേ ഈ ക്ലാസ് ഒരു ഉപകാരമാകുക. അതുകൊണ്ട് അങ്ങനെ പറയണേ, എനിക്ക് അതിന്റെ കൂലിയും കൂടി കിട്ടാനാ പറഞ്ഞേ. പക്ഷെ അതങ്ങനെ ചെയ്തൂടെ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, പരലോകത്ത് ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പകരമായിട്ടും നാഥ നിലനിർത്തുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഈമാനും തഖ്വയും നാഥ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, സൽക്കർമ്മങ്ങൾ നിലനിർത്തുക വഴി അള്ളാഹുവിന്റെ ഇഷ്ടവും പരലോകത്തെ പുണ്യവും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള തഖ്വയും അവനവന്റെ സൽക്കർമ്മങ്ങൾ വഴി പടച്ചവന്റെ പക്കൽ അമ്പിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിലെത്തുവാനുള്ള തൗഫീഖും നാഥ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൽക്കർമ്മം ജീവിതത്തിൽ തുടർച്ചയായി ചെയ്യുവാൻ അതിന് നിയ്യത്ത് വെക്കാനുള്ള ഈമാനും തഖ്വയും നാഥ ഞങ്ങൾക്ക് പ്രദാനം